അപ്പോൾ വെൽക്കം ടു സീജസ് വേൾഡ്. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഭാരതപ്പുഴയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. മനോഹരമായ ഈ ഭാരതപ്പുഴയിൽ നീന്തി കുടിക്കാനായിട്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, അടിപൊളി വെള്ളമാണ്. വെള്ളം മാത്രമല്ല, പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു സ്വിമ്മിംഗ് പൂളാണ്. ഇത്രയും മനോഹരമായ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ നീന്തി കുടിക്കാൻ പോകും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോ കണ്ടു കളയാം. നമ്മളിപ്പം എത്തിയിരിക്കുന്നത് ഒരു റെയിൽവേ ക്രോസിൻ്റെ അടുത്താണ്. ഇവിടം വരെ വണ്ടി പോവുള്ളൂ. വണ്ടി ഇവിടെ നിർത്തി നമുക്ക് കുറച്ച് നടക്കണം. നമ്മൾ വന്നത് ഒറ്റപ്പാലത്ത് നിന്ന് 19 എന്നുള്ള സെൻറ്ററിൽ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് കുറച്ച് ഒരു കിലോമീറ്ററോളം ഈ വഴി കൂടെ വന്നാൽ നേരെ ഈ ഇവിടെ എത്തും. ഇവിടെ വണ്ടി വെച്ചിട്ടാണ് നമുക്ക് നടക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ട്രെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നടക്കാനായിട്ട്. ഈ വെള്ളമാണ് കേട്ടോ നമ്മളെ പൈപ്പിലൂടെ വരുന്നത്. ഈ വെള്ളത്തിൽ ഇച്ചിരി പൗഡർ ഇടും, അതന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഭാരതപ്പുഴ. നമുക്ക് പ്രകൃതി നമുക്ക് തന്ന ഏറ്റവും വലിയൊരു സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ എന്താ വെച്ചാൽ വെള്ളം നല്ല ഒഴുക്കുള്ള വെള്ളമായിരുന്നേ, നല്ല എന്താ പറയുക, നല്ല ശുദ്ധമായ ജലമാണ്, ഒഴുക്കുള്ള വെള്ളമായിരുന്നു. ഇവിടെ എന്താ വെച്ചാൽ ഈ സുപ്രഭാതത്തിൽ നമ്മൾ നീന്തും തുടിക്കുമ്പോൾ നമ്മളൊരു വീഡിയോ ആദ്യം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ 2ാം പാർട്ടാണ്. അന്ന് നമ്മളെ സുഹൃത്തുക്കളൊന്നും ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ അവരെയൊക്കെ എടുക്കാനായിട്ട് രണ്ടാമതൊരു വീഡിയോ എടുത്താണ്. ഇതുണ്ടോ, ഇതാണ് ഈ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. ചീർപ്പ് എന്ന് പറയും. ഇതൊരു പലകെട്ടിട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇനി ഇതിൻ്റെ നടുവിൽ കുറച്ചുകൂടി വെള്ളം വറ്റുമ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിനകത്ത് നടുവിൽ ഫുള്ള് മണൽ ചാക്ക് നിറയ്ക്കും. അപ്പോൾ തുള്ളി വെള്ളം അടി കൂടെ പോവില്ല. അങ്ങനെ വെള്ളം കെട്ടി നിർത്തുന്നത്. ഇതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ, ഈ സൈഡ് പാലക്കാട്, ആ സൈഡ് തൃശ്ശൂർ. അത് തൃശ്ശൂർ ജില്ലയാണ്. അപ്പം ഇതിന് ആളുകളൊക്കെ അപ്പുറത്തേക്കൊക്കെ നടന്നു പോണ വഴി ആണിത്. ഉണ്ട്, സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ എത്തും. അവരെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി നീന്തൽ തുടങ്ങാം. ഓക്കെ, നമ്മുടെ ശരീരം കണ്ടില്ലേ, തടിയൊക്കെ കുറയ്ക്കുന്നുണ്ട്. തടി കുറയ്ക്കൽ 1-ാം തീയതി മുതൽ എല്ലാ കൊല്ലം പറയണം. ഈ കൊല്ലം പറയണം 1-ാം തീയതി തടി. അതിൻ്റെ മുന്നോടിയാണ് ഈ ചാടണം. അപ്പം നീന്തൽ അറിയാത്ത ആൾക്കാർക്ക് ഉള്ള ആദ്യത്തെ ഒരു ക്ലാസ്സാണ് ഈ ക്ലാസ്. അതായത് നമ്മൾ പേടിക്കാതെ വെള്ളത്തിൽ എങ്ങനെ കിടന്നാൽ ഒരാൾ താഴ്ന്നു. കേട്ടാ, ഞാൻ ഒന്നും ചെയ്തില്ല. പേടിച്ച അപ്പം
അതെന്താ സാർ സംഭവം ഹാർട്ടിന്, അതായത് നമ്മളെ ലങ്സ് ഹാർട്ടിനൊക്കെ പറ്റിയൊരു എക്സസൈസാണ് നീന്തൽ. അതുപോലെ നമ്മളെ സ്പൈനൽ കോഡിന് നീന്തലാണ് ഒരു വ്യായാമം. കറക്റ്റ് ശരീരത്തിലെല്ലാ, ഒരു മീനിനെ പോലെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഇത് കിട്ടും. വയറ് പറയും. എന്നൊക്കെ വിചാരിച്ചാൽ വന്നത് കേട്ടോ. തടി കുറയ്ക്കാനുള്ള പരിപാടിയാണ്. തടി കുറച്ചേ പറ്റും. ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. ഒരു ഷർട്ട് മര്യാദയ്ക്ക് ഇടാൻ പറ്റാതായി, ഒരു പാൻറ്റ് മര്യാദയ്ക്ക് ഇടാൻ പറ്റാതായി, ഒന്നും കടയിൽ പോയാൽ നമ്മളളവിൽ ഒന്നും കിട്ടാതായി. വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഇനി നമ്മൾ കുറയ്ക്കുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നീന്തുകയാണ്. അപ്പം എല്ലാവരും അടുത്തെവിടെയെങ്കിലും വെള്ളത്തിലൊക്കെ ചാടി കുളിക്കുക, നീന്തുക, ഇതൊക്കെ രസമാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇട്ടത് എന്താ വെച്ചല്ലേ, ഇതേപോലെ ഈ ഭാഗ്യം കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. വെള്ളത്തിന് വേണ്ടിയിട്ട് കിലോമീറ്ററോളം കുടമായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് കാണാൻ, ഞങ്ങൾക്ക് കിട്ടിയ ഈ സൗഭാഗ്യമൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആളെ അന്ന് കഴിഞ്ഞ വീഡിയോ കണ്ട ആൾ തന്നെയാണ്. കുറേ ആൾക്കാർ വരാൻ പറഞ്ഞപ്പോൾ ആരും വന്നില്ല. തണുപ്പേ, രാവിലെ അസാധ്യ തണുപ്പാകുമ്പോൾ ഇതൊക്കെ ലോങ് പോകുന്ന ആൾക്കാരാണ്. നമ്മൾ ലോക്കല് അടിച്ച് എല്ലാവർക്കും പോവാം. 10 ദിവസം കണ്ടിന്യൂസ് ഒരു മാസം കൊണ്ടൊക്കെ. നിങ്ങളിപ്പോൾ കളിക്കാൻ പോകണ്ടല്ലോ രാവിലെ? രാവിലെ കളി. അതാ ഇത് കണ്ട കളി. നിങ്ങൾ രാവിലെ നേരത്തെ ഉണ്ട് വരും. ഇന്നത്തെ അപ്പോൾ കളി അവിടെ മുടങ്ങും അല്ലേ? അല്ല, ഇവിടെ നേരത്തെ വന്നിട്ട് അവിടെ അവരെത്തുമ്പോൾ എന്തായാലും 7 മണി കഴിയും. എവിടെ കളിക്കുന്നത്? മറ്റേ അതിൻ്റെ അവിടെ ഗോപി മൈതാനല്ലേ? 20 ബാക്ക്. 20 ബാക്ക്. ഓരോരുത്തത് കുറച്ച് ലേറ്റായി വന്നുകൊണ്ടിരിക്കണുള്ളൂ. നൗഫലല്ലേ പേര്? ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പോൾ ഈ കൊറോണ ഒക്കെ ആയ കാരണം അതിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ ഇവിടെ വെച്ചിട്ടാണ് പഠിപ്പിക്കണേ? ഇവിടെ നമ്മുടെ LSN സ്കൂളിൽ ഒറ്റപ്പാലം. പിന്നെ നേരെ ഓപ്പോസിറ്റാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന് മുകളിൽ ഏറ്റവും മുകളിൽ പണ്ടൊരു കുറിക്കമ്പനി ഉണ്ടായിരുന്ന അവിടെ ഒരു നമ്മുടെ ഡോക്ടർമാരെ ക്ലിനിക്കൊക്കെ അല്ലേ, അതിൻ്റെ മുകളിലാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് എടുക്കണൊക്കെ അവിടെ തന്നെ? ഇവിടെ തിയറി മാത്രം. പ്രാക്ടിക്കലൊക്കെ ഹോസ്പിറ്റലിൽ. ഏത് ഹോസ്പിറ്റലാണ്? തമിഴ്നാടാണ്. അതെയോ? അവിടെ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. അവിടെ 2 വർഷം ട്രെയിനിങ് കൊടുക്കും. അത് കഴിഞ്ഞത് നാട്ടിൽ പ്ലേസ്മെന്റ് കൊടുക്കും. അപ്പോൾ ഏതാ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം? അത് ഇഗ്നറ്റ് പറയും, ഇന്ദിരാഗാന്ധി നാഷണൽ എഡ്യൂക്കേഷൻ. അപ്പോൾ രാവിലെ ഈ ഒരു സമയമാണ് ഫ്രീ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അല്ല, ഇത് ഒരു രാവിലെ കുറച്ച് നീന്തുമ്പോഴേ ഒരു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സുപ്രഭാതം. ഞങ്ങളുടെ രാവിലത്തെ കാഴ്ചകളാണ് ഈ കാഴ്ചകൾ. ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മൊത്തം ഒരു എനർജി ആയിരിക്കും. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.